വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 24 6:45 PM കാരണം ഞങ്ങൾക്ക് പള്ളിയിൽ കുർബാന, ക്രിസ്മസിൻ്റെ കുർബാന തലേ ദിവസം 24 നൈറ്റാണ്. അപ്പം 7 മണി തൊട്ട് 8:30 വരെയായിരുന്നു കുർബാന. അപ്പം ഞാൻ, മമ്മി, പപ്പ, എൻ്റെ ബ്രദർ അവർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഞാനും എൻ്റെ അനിയനും കൂടെ ഫ്രണ്ടിൽ നിന്ന് പോയി. അങ്ങനെ പള്ളിയിലെത്തി. കുറച്ച് ദൂരമുള്ള കേട്ടോ നമ്മുടെ പള്ളിയിലോട്ട് പോകാൻ. ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പള്ളിയെ. അപ്പോൾ ഞാൻ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വോയിസും കൂടെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പള്ളിയിലായതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാതെ, വീഡിയോയിൽ തന്നെ വോയിസ് ഇടാതെ ഇപ്പം വോയിസ് ഓവറായിട്ട് ചെയ്യണത്. അപ്പം നമുക്ക് എന്തായാലും കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. പറ്റുന്നുണ്ടെങ്കിൽ അകത്തുള്ള ചെറിയ പുൽക്കൂടുണ്ട്, അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട്, ചെറിയ പുൽക്കൂട്. അങ്ങനെ നല്ലൊരു കുർബാനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ആയിട്ട്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്രീം കേക്കും ഉണ്ടായിരുന്നു, പ്ലം കേക്കും ഉണ്ടായിരുന്നു. അത് രണ്ടും കിട്ടി. അങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ 2 ക്രിസ്മസ് അപ്പൂപ്പന്മാരും കൂടെ നല്ല ഡാൻസ് കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉണ്ണിക്കുറി ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടുന്ന ആ ഒരു സംഭവം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഒരു 5-ന്റെ മഞ്ചാണ് ഗൈസ്. ഇതാണ് എനിക്ക് ഉണ്ണിക്കുറിക്ക് കിട്ടിയത്. ഉണ്ണിക്കുറിയല്ല, ജസ്റ്റ് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് അല്ല എനിക്ക് കിട്ടിയത്. പിന്നെ എല്ലാ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. നമുക്ക് ക്രിസ്മസിൻ്റെ തലേന്നാണ് എൻ്റെ സമ്മതിക്കൂല. അപ്പോൾ എൻ്റെ പപ്പയും എൻ്റെ അനിയനും കൂടെ എന്നെ ഇടയ്ക്കൂടെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഇവിടെ പള്ളിയിൽ ക്രിസ്മസിൻ്റെ തലേന്നാണ് പ്രെയറും എല്ലാം ഉള്ളത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എത്ര മണിക്കാണ് തുടങ്ങിയത്? 6:45 7 മണിയായിട്ട് തുടങ്ങിയിട്ട് 9 8:30 8:45 കഴിഞ്ഞ് ഇപ്പം 9:15 പോണ്. അപ്പം നമുക്ക് ഇപ്പം കേക്ക് മുറിക്കാം. ഓക്കെ, ഇപ്പം ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാണെന്ന് അറിഞ്ഞൂടെ, അകത്ത് പോകുമ്പോൾ അറിയാം. കേക്കൊക്കെ കട്ട് ചെയ്യാം, മുകളിലത്തെ ചേട്ടനും ചേച്ചിക്കൊക്കെ കൊണ്ട് കൊടുക്കണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസ്. ഞാൻ തുടക്കത്തിലെ ഹാപ്പി ക്രിസ്മസ് പറയണമെന്നുണ്ടായിരുന്നു, അവർ വന്ന് കൊലച്ച് അത് പോയി. ഓക്കെ, അപ്പം ഹാപ്പി ക്രിസ്മസ്. അപ്പം എന്താ, എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാം. എൻ്റെ കുർത്ത കൊള്ളാമോ? എനിക്ക് അമ്മമ്മ വാങ്ങിച്ചു തന്നതാണ്. കുറേ ദിവസമായി. ഞാൻ പിന്നെ ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ എടുത്തിടാന്ന് വിചാരിച്ച്. ഓക്കെ, കേക്ക് കട്ട് ചെയ്യാം. ഇവിടെ കേക്കുണ്ട് ഗൈസ്. നമ്മൾ ക്രിസ്മസിന് പ്ലം കേക്കാണ് മുറിക്കേണ്ടത്. 2 ബദാമൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ഈ ബദാം ഇഷ്ടമില്ല. ഓക്കെ, കട്ട് ചെയ്യാം. മമ്മിയും അവരൊക്കെ വന്നോട്ടെ. അപ്പു അവിടെ കിടന്ന് വിളിക്കുന്നു, കൊണ്ടേ കൊടുക്കാൻ. താങ്ക് യു. അവിടെ നമുക്ക് പള്ളിയിൽ മറ്റേ ക്രീം കേക്കും കിട്ടിയല്ലേ. പോവാ. ചേച്ചി കേക്ക് എന്തിനാ കരയണേ? അവന് ചെറിയൊരു ഡോസ് കൊടുക്കുക. ഞാൻ കഴിക്കട്ടെ, നീ ഇച്ചിരി വൈനേ ഉള്ളൂ. അയ്യോ, മമ്മി വൈന കൊണ്ട് അങ്ങോട്ട് പോയി. മമ്മി എനിക്ക് താ, എനിക്ക് താ.
ഗൈസ് വൈൻ കിട്ടി, ഒരു ഇച്ചിരിയേ തന്നുള്ളു. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീട്ടിലുണ്ടാക്കിയതാ. ഹാപ്പി ക്രിസ്മസ്. എനിക്കുണ്ട, എനിക്ക് മതി. ഗൈസ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്നാണ് നെക്സ്റ്റ് ഡേ. ഓ, എടുക്കാം തുടങ്ങുന്നത് ഒരു 100 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ഇന്നാണ് ക്രിസ്മസ് 25-ാം തീയതി. അപ്പോൾ ഇന്നലെ ഞാൻ കേക്ക് വൈനൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ നടന്നുറങ്ങി. അപ്പോൾ രാവിലെ ഇതാ എണീറ്റ് പല്ലൊക്കെ തേച്ച് ലിബാമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. മമ്മി അവിടെ അടുക്കളയിൽ നല്ല അടിപൊളി അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് പോയി കഴിക്കാം. ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇതാണ്ട് ഇവിടെ ഇപ്പുറത്ത് അപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിക്കാം. സ്ക്രീനിൽ വന്നിരുന്നിട്ട് സ്ക്രീനിൽ കണ്ടെന്ന് പറയരുത് കേട്ടല്ല. ക്രിസ്മസ് ആയിട്ട് അപ്പച്ചന്റെ ഇഞ്ചക്ഷൻ എടുപ്പിന് മാത്രം ഒരു കുറവുമില്ല. ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ മമ്മി ചിക്കൻ കഴിക്കുന്നു, ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നു. ഓക്കെ ഗൈസ്, ക്രിസ്മസ് ആയിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു ക്രിസ്മസിന്റെ പാട്ട് പാടിത്തരാം. ഓക്കെ, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കോപ്പിറൈറ്റ് കിട്ടിയാൽ സാരമില്ല, ഞാൻ സഹിച്ച്. നമുക്ക് മോണിറ്റൈസേഷൻ ആയില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പാടിത്തരാമേ. അത്രേ ഉള്ളൂ, അത്രയൊക്കെ മതി. അല്ലെങ്കിൽ ലാസ്റ്റ് കോപ്പിറൈറ്റ് കിട്ടി എൻ്റെ ചാനൽ അടിച്ചു പോകും. നമുക്ക് 2 പ്ലം കേക്ക് കിട്ടിയത്. അപ്പച്ചനെ പള്ളിയിൽ നിന്ന് കിറ്റ് കൊടുത്തത് 2 പ്ലം കേക്ക് ഉണ്ട്, പിന്നെ കുറച്ച് അരിയുണ്ട്. ഓക്കെ, എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒന്ന് പോലും മിസ് ചെയ്യാതെ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, കേക്ക് വൈകിട്ട് നമുക്ക് ചായ കുടിക്കുമ്പോൾ മുറിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കേണ്ട സമയമായി. ഓക്കെ ഗൈസ്, നമ്മുടെ ബിരിയാണി റെഡിയായി. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് മമ്മി കുക്കർ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാം. ഗൈസ്, നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്നു. എന്തോ വരുന്നു ചിക്കൻ കറി. താങ്ക് യു. ഇച്ചിരിയും കൂടെ. താങ്ക് യു. വേണ്ട, ഇത് മതി. ഓക്കെ, ലെറ്റ് മീ ഈറ്റ്. ഗൈസ്, നമുക്ക് ബിരിയാണി കഴിക്കാം. എൻ്റെ മമ്മി ഉണ്ടാക്കിയോണ്ട് പറയണല്ല, മമ്മി ഉണ്ടാക്കണ കുക്കർ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ. ഞാൻ പറഞ്ഞുകൊണ്ടാണ് മമ്മി ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയത്. കൊള്ളാം. ASMR ഒക്കെ ചെയ്യായിരുന്നു, പക്ഷെ ബിരിയാണി കഴിക്കേണ്ട കൊതി കാരണം ഞാൻ ASMR ഒന്നും കഴിക്കണില്ല. അപ്പം ഞാൻ എന്തായാലും പോയി കഴിച്ചിട്ട് വരാം. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്ന് രാത്രി പുൽക്കൂടൊക്കെ കാണാൻ പോവാം, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് ഇരുന്നത്. അപ്പോൾ പപ്പ ഉണ്ടല്ലോ, രാത്രി പുൽക്കൂടൊക്കെ കാണാൻ പോവാം, വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പപ്പയ്ക്ക് ഇന്ന് ജോലിക്ക് പോകണമായിരുന്നു. ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഉച്ചയായപ്പോൾ പപ്പ പോയി. അപ്പോൾ പിന്നെ നമുക്ക് ഒരിടത്തും പോകാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ക്രിസ്മസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇപ്രാവശ്യം ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് വൈനെല്ലാം കുടിച്ച് മമ്മി ബിരിയാണി എല്ലാം വെച്ച് തന്ന് ക്രിസ്മസ്
ഉച്ചയോടെ ഏകദേശം അവസാനിച്ചു. പിന്നെ കുറച്ച് പ്ലം കേക്കൊക്കെ ഉണ്ട്, അത് വൈകിട്ട് കട്ട് ചെയ്യും. അപ്പം ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് എത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വീണ്ടും വരും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.